കേരളത്തിൽ തദ്ദേശീയ മദ്യത്തിന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കണമെന്ന് എക്സൈസ് മന്ത്രി എം.ബി. രാജേഷ്. വിദേശത്തേക്ക് മദ്യം കയറ്റുമതി ചെയ്യാനും കഴിയണം. പ്രാദേശികമായ എതിർപ്പുകൾ വരാം, അത് പരിഗണിച്ച് മുന്നോട്ടു പോകാൻ കഴിയില്ലെന്നും മന്ത്രി എം.ബി. രാജേഷ് പറഞ്ഞു. മദ്യം എന്നതൊരു വ്യവസായമാണ്. ഒരു വ്യവസായമായിട്ട് വേണം അതിനെ കാണാൻ. ഒരു ഇൻഡസ്ട്രി എന്ന നിലയിലാണ്. അപ്പോൾ ഇൻഡസ്ട്രി എന്ന നിലയിൽ കൂടുതൽ നിക്ഷേപം കൊണ്ടുവരാനും കൂടുതൽ വരുമാനമുണ്ടാക്കാനും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും സാമ്പത്തിക വളർച്ചയ്ക്ക് ഉപയോഗിക്കാനും കഴിയുന്ന ഒരു സമീപനമായിരിക്കണം ഉണ്ടാവേണ്ടത്. നമ്മുടെ നാട്ടിലെ സാഹചര്യങ്ങളുടെ പ്രത്യേകത കൊണ്ടും ചില യാഥാസ്ഥിതികത്വം മൂലവുമൊക്കെ ഇതിനെ ഒരു ഇൻഡസ്ട്രി എന്ന നിലയിൽ കാണുന്നതിന് ചില തടസ്സങ്ങൾ നിലനിൽക്കുകയാണ്. ഒരു ബ്ലോക്ക് അക്കാര്യത്തിൽ നിലനിൽക്കുന്നുണ്ട്. അത് നീക്കം ചെയ്യുക തന്നെ വേണം. വിശദാംശങ്ങളുമായി പാലക്കാട് നിന്ന് ഐഷത്തുൽ ഷംന ചേരുന്നു. ഷംന, പറയൂ. ദിലീപ്, ഇന്ന് നടന്ന എക്സൈസ് സെമിനാറിലായിരുന്നു മന്ത്രി ഇക്കാര്യങ്ങൾ വിശദീകരിച്ചത്. അതായത് നിലവിൽ 9 ഡിസ്റ്റിലറികൾ ഉണ്ടായിട്ടും ഒരു തുള്ളി സ്പിരിറ്റ് പോലും കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നില്ല. അത്തരം നടപടികൾ ഇനി ഉണ്ടാകേണ്ടതുണ്ട്. ചില സ്ഥാപിത താല്പര്യക്കാരാണ് ഈ സ്പിരിറ്റ് ഉൽപാദനത്തെ നിലവിൽ എതിർക്കുന്നത് എന്നുകൂടി മന്ത്രി പറയുന്നുണ്ട്. എന്തായാലും ഇനി വരും ദിവസങ്ങളിൽ വരും വർഷങ്ങളിലൊക്കെ അത്തരം കാര്യങ്ങളിലേക്ക് കൂടി മുന്നോട്ട് പോവേണ്ടതുണ്ട്. ഒപ്പം തന്നെ മദ്യനയം 5 വർഷത്തേക്ക് വേണമെന്നൊരു ആവശ്യം കൂടി എം.ബി. രാജേഷ് ഉന്നയിക്കുന്നുണ്ട്. നിലവിലുള്ളത് ഓരോ വർഷവും കഴിയുമ്പോൾ പുതുക്കുന്ന ഒരു സംവിധാനമാണ്. അതുകൊണ്ട് തന്നെ വ്യവസായികൾക്ക് കേരളത്തിൽ എത്താൻ ഇതൊരു തടസ്സമാകുന്നു, ഒരു ഭയം ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ ഒരു ദീർഘകാല മദ്യനയത്തിലേക്ക് കൂടി സംസ്ഥാനം ചിന്തിക്കേണ്ടതുണ്ട്. എന്തായാലും നിലവിൽ കേരളത്തിൽ ഈ സ്പിരിറ്റ് ഉൽപാദനം തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളടക്കം ഇനി നടക്കും എന്നുകൂടി എം.ബി. രാജേഷ് വ്യക്തമാക്കിയിട്ടുണ്ട്. വിവരങ്ങൾ നൽകിയത് പാലക്കാട് നിന്ന് ഐഷത്തുൽ ഷംന. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.